എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഭരണി നക്ഷത്രക്കാർക്ക് ഉള്ള വിഷുഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വർഷക്കാലത്തെ ഫലം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ വിഷുഫലം, ഈ ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Eight of Pentacles, Page of Pentacles, Ten of Swords, Strength card, Page of Swords, Ace of Pentacles. Okay. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് പേജ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയൊരു അച്ചീവ്മെൻറ്റ്, ജോലി സംബന്ധമായിട്ട് പ്രൊഫഷണലി വളരെ സാധ്യതകളുള്ളൊരു വർഷമായിരിക്കും ഈ ഒരു വർഷം. നിങ്ങൾ വളരെ പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി, ഈവൻ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, സ്മോൾ ഡീറ്റെയിൽസ് പോലെ വളരെ വ്യത്യസ്തമായിട്ട് നോക്കി കണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ജോലിയിൽ വളരെയധികം അഭിമാനിക്കാനുള്ള വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയമാണ്. അപ്പോൾ ജോലിയിൽ പ്രമോഷൻ സാധ്യത കാണിക്കുന്നുണ്ട്. പ്രമോഷൻ സാധ്യത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം നിങ്ങൾക്ക് പ്രമോഷൻ സാധ്യത ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഇപ്പോൾ ഉള്ള ജോലിയിൽ നിങ്ങൾക്കൊരു ചെറിയ പ്രൊമോഷൻ കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനേക്കാൾ മികച്ചതായിട്ടുള്ള ഒരു സാധ്യത മറ്റൊരു കമ്പനിയിൽ നിന്ന് ഓഫർ വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ജോലി മാറണം എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയമായിരിക്കും. പക്ഷെ ജോലി മാറുന്ന സമയത്തായിരിക്കും ഈ ഒരു ചെറിയ പ്രൊമോഷൻ കാര്യങ്ങൾ വരുന്നത്. പക്ഷെ ആ ഒരു അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നില്ലെങ്കിൽ മറ്റൊരു കമ്പനിയിൽ നിന്ന് നിങ്ങൾക്കൊരു ഹയർ പൊസിഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവെ ഒരു ഹയർ സ്റ്റാൻഡേർഡ്, നിങ്ങളുടെ ജീവിതത്തിനൊരു ഉയർന്ന നിലവാരം, ഇതിലും ഉയർന്ന നിലവാരത്തിലാണ് നിങ്ങൾ നിൽക്കേണ്ടതെന്നുള്ളൊരു തോന്നൽ. ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടായിരുന്ന വ്യക്തിയിൽ നിന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ ജീവിതത്തിൽ മുന്നേറുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ സാധ്യതകൾ നിലനിൽക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ജീവിത സാഹചര്യങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ജീവിത സാഹചര്യങ്ങളിൽ വ്യത്യാസം വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫാമിലി സിറ്റുവേഷൻസിൽ മാറ്റങ്ങൾ വരുന്നുണ്ടാവും. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കാര്യങ്ങൾ എന്താ പറയുക, ഒത്തിരി പൊങ്ങച്ചം പറയുക, അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ സാമ്പത്തികമായിട്ട് ഒത്തിരി മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ ഇന്ന കാര്യങ്ങൾ, ബ്രാൻഡഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ, ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂസ്, ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. കൂട്ടുകാരുടെ ഇടയിൽ കുറച്ച് ഗോസിപ്പോ കാര്യങ്ങൾ, അല്ലെങ്കിൽ താൻ ഒത്തിരി ഉയരത്തിലാണ് എന്നുള്ളത് നമ്മൾ ഷോ ഓഫ് ചെയ്യാമെന്ന് പറയില്ല, അതിനൊക്കെയുള്ളൊരു സാധ്യതകൾ കൂടുതലാണ്. അതൊക്കെ കാണിക്കാനും മറ്റൊക്കെ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. അത് നിങ്ങൾക്ക് ഒത്തിരി സാധ്യതകൾ നൽകുന്നു എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പേപ്പർ വർക്ക്സ് കാര്യങ്ങളൊക്കെ, പുതിയ കോൺട്രാക്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓഫർ ലെറ്റർ ലഭിക്കുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പുതിയൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് കയറുന്ന സാധ്യത, പഠിത്തത്തിലേക്ക് പോകുന്നു. ഇനി ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും വീണ്ടും വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പോകുന്ന, ഹയർ എഡ്യൂക്കേഷന് പോകാനുള്ളൊരു ചാൻസ് കൂടി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരല്ലെങ്കിൽ കൂടിയും ഏത് പ്രായത്തിലുള്ളവരാണെങ്കിൽ ഒരു യങ്ങർ എനർജി വളരെയധികം നിങ്ങൾ കൂടുതലായിരിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാധ്യതയായിട്ട് കാണുന്ന മറ്റൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഫിനാൻസ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നത്, ഫിനാൻഷ്യലി ഒത്തിരി ഉയരത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സക്സസ് ആണിത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ കൂടുതലായിട്ട് ലേൺ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഏൺ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ എന്തെങ്കിലും ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ പഠിത്തത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നത്, വീക്കെൻഡ് ക്ലാസ്സസോ നൈറ്റ് ക്ലാസ്സസോ ആ ഒരു രീതിയിൽ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സാമ്പത്തിക നേട്ടവും, നിങ്ങൾ എനർജി വളരെ വളരെ ആക്റ്റീവ് എനർജിയാണ് കാണിക്കുന്നത്. അത് ഒത്തിരി സാധ്യതയുള്ളൊരു അതായത് ഫിസിക്കലി ആക്റ്റീവ് ആയതുകൊണ്ടും ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുന്നുണ്ട്. ഓക്കെ,
അത് പ്രായമായിട്ടുള്ളവർ ചിലപ്പോൾ റിട്ടയർമെൻറ്റ് ഫേസിൽ നിൽക്കുന്നവരായിക്കൊള്ളട്ടെ, വിദ്യാർത്ഥികളായിക്കോട്ടെ, എല്ലാവരിലും ആ ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പേജ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് സ്ട്രെങ്ത് കാർഡാണ്. ജീവിതത്തിൽ ഒരു സ്ഥിരത ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ ഇപ്പോൾ ഒരു സ്ഥിരത ജീവിതത്തിലേക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചധികം നാളുകളായിട്ട് നിങ്ങൾക്ക് ബൗണ്ടറീസ് കീപ്പ് ചെയ്യാൻ അറിയുന്നുണ്ട്. അതായത് നിങ്ങൾ ആളുകളോട് സംസാരിക്കുമ്പോൾ ഒത്തിരി സംസാരിച്ച് പോവും. ഒരാളോട് ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ എല്ലാം തുറന്ന് സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു രീതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബൗണ്ടറീസ് കീപ്പ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ നിങ്ങൾ പേഴ്സണൽ ബൗണ്ടറീസ് കീപ്പ് ചെയ്യാൻ പഠിക്കുന്നു എന്നുള്ളതാണ്. പൊതുവെ ആളുകൾ നിങ്ങളെ അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ട് എങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ അഡ്വാൻറ്റേജ് എടുക്കാൻ നിന്ന് കൊടുക്കാതെ അതിൽ നിന്ന് മാറുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി, നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ ശരിയായിട്ടുള്ള വ്യക്തിത്വം അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ജെനുവിനിറ്റി, നിങ്ങളുടെ ഓണസ്റ്റി, അതൊക്കെ മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത് എന്നുള്ളത് കൂടിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പേഴ്സണൽ ബൗണ്ടറി നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിർത്തുന്നു. അതേപോലെ നിങ്ങളുടെ സ്ട്രെങ്ത് വളരെയധികം പേഷ്യൻ്റ് ആയിട്ട് നിൽക്കുക, വളരെയധികം ക്ഷമയോട് കൂടിയിട്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ക്ഷമയും സ്ഥിരമായിട്ടുള്ള പ്രയത്നവും കൊണ്ട് ഒത്തിരി ഉയരത്തിലെത്താൻ സാധിക്കുന്നു. ജോലിയിലാണെങ്കിലും അതുപോലെ തന്നെ സെയിം എനർജിയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ നല്ല പവർഫുൾ പൊസിഷനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇതുവരെ ചെയ്ത പ്രവൃത്തിക്കുള്ള നല്ല ഫലം ലഭിക്കുന്നു. നല്ലൊരു ഹയർ പൊസിഷൻ, ഒരു പവർഫുൾ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളതും വളരെയധികം സാധ്യതകൾ നൽകുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്. ഗുഡ് ന്യൂസ് ഫിനാൻസ് തീർച്ചയായിട്ടും അത് പല കാര്യങ്ങളിലൂടെ നമ്മൾ 8 ഓഫ് പെൻഡക്കിൾസ്, പേജ് ഓഫ് പെൻഡക്കിൾസ്, അതേപോലെ ഏസ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള പോലെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് പോകുന്നുണ്ട്, ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നുണ്ട്, നേരത്തെ പറഞ്ഞ കാര്യം. അതോടൊപ്പം തന്നെ നിങ്ങൾ സൈഡായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ബിസിനസ്സിൽ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. ഗുഡ് ന്യൂസ് റിലേറ്റഡ് ടു ഫിനാൻസ്, വർക്ക്, എഡ്യൂക്കേഷൻ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികം മാത്രമല്ല ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു ഹോപ്പാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു ജീവിതം നേടാൻ പറ്റുന്നു എന്നുള്ളൊരു സാധ്യത. പുതിയ ജോബ് ഓഫർ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ, അതുകൂടാതെ പ്രോപ്പർട്ടി യു ആർ ട്രൈങ് ടു ബൈ, പുതിയൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതും അതിലേക്ക് ഈ ഒരു വർഷം നിങ്ങളിപ്പോൾ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വീട് വയ്ക്കാനുള്ള ഒരു അവസരം, ഇപ്പോൾ ഉള്ള പ്രോപ്പർട്ടി സെല് ചെയ്യാനോ ഇപ്പോൾ വേറൊരു പ്രോപ്പർട്ടിയിലേക്ക് മൂവ് ചെയ്യാനോ അങ്ങനെയൊക്കെ ഉള്ളൊരു സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പേപ്പർ വർക്ക്സ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാ പുതിയ കോൺട്രാക്ട്സ് കാര്യങ്ങളൊക്കെ, അതേ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത്, വീട് വാങ്ങിക്കുന്നത്, അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്ന സിറ്റുവേഷൻ, ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ 10 ഓഫ് സോട്സ് ആൻഡ് പേജ് ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഇതിൽ പറയുമ്പോൾ ഈ ഒരു മാസം തുടങ്ങുമ്പോൾ ഉള്ള ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ പല സംഘർഷങ്ങളും മാസം ഈ ഒരു വർഷം തുടങ്ങുമ്പോഴുള്ള പല സംഘർഷങ്ങളും അത് ഈ ഒരു എന്താ പറയുക കുറച്ച് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ആ പല സംഘർഷങ്ങളും നിങ്ങൾ മറിയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങളെ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങളെ തടഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കുറേ ഡ്രാമയൊക്കെ അടുത്തിടയ്ക്ക് ഉണ്ടാവും. ചില ബന്ധങ്ങളായിരിക്കും, നിങ്ങളുടെ പാരൻസോ അല്ലെങ്കിൽ ഇൻലോസോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദർ സിസ്റ്റർ ആരും ആവാം, ഈവൻ ഹസ്ബൻഡ് വൈഫ് തമ്മിലുമായിരിക്കും കുറച്ചധികം ഡ്രാമ കാര്യങ്ങളൊക്കെ അടുത്തിടയ്ക്ക് ഉണ്ടായിരുന്നു. ഒരു സമാധാനവും സ്വസ്ഥതയും ലൈഫിലില്ല, പേഴ്സണൽ ലൈഫിൽ. അതേപോലെ വർക്കിലും ചില ആളുകൾ അങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിന്നൊക്കെ ഒരു റിലീഫ് ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും. ഈ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ ആ ഒരു ചെറിയ രീതിയിലുള്ള ഇതൊക്കെ ഉണ്ടെങ്കിലും മുന്നോട്ടേക്ക് പോകുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും ഈ ഒരു എനർജിയിൽ നിന്ന്, അതായത് ഈ ഒരു ഡ്രാമയിൽ നിന്ന് നിങ്ങൾ നടന്നകലുകയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എനിമോർ ചില പാരൻസ് ആയിരിക്കും, ഇവിടെ സ്ട്രോങ് ആയിട്ട് പാരൻസിൻ്റെ എനർജിയാണ്. അവരെ ഭയങ്കരമായിട്ട് ഡ്രാമ നിങ്ങളുടെ ലൈഫ് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ സിറ്റുവേഷനൊക്കെ കൊണ്ടുവരാം. അപ്പോൾ ഓവറായിട്ട് ഇപ്പോൾ ബൗണ്ടറീസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു, എല്ലാ ബന്ധങ്ങളിലും ഒരു ബൗണ്ടറി ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ പറയാൻ നിങ്ങളുടെ പാരൻസിൻ്റെയോ അല്ലെങ്കിൽ ഇൻലോസിൻ്റെ എനർജിയിൽ നിന്നാണ് ഒരു ബൗണ്ടറി ആവശ്യമുള്ളത്. ആവശ്യത്തിൽ കവിഞ്ഞ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇടപെടാൻ അവരെ അനുവദിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത് എന്താണോ അതുമായിട്ട് മുന്നോട്ടേക്ക് പോവുക. വേണ്ടാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നെടുത്ത് കളയുക. അത് ചില ബന്ധങ്ങളായിരിക്കും, ചില സാഹചര്യങ്ങളാവും, നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലിയിൽ നിന്ന് മാറി പുതിയ ജോലിയിലേക്ക് പോകുന്നതാവും. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന ഈ വർഷം നിങ്ങളെ വളരെയധികം സഹായകരമാകുന്നത് നിങ്ങളുടെ ലൈഫിൽ വേണ്ടാതെ നിങ്ങൾ കൊണ്ടുവരുത്തുന്ന അനാവശ്യ ടെൻഷൻസ് ആയിരിക്കും, എന്തുമായിക്കോട്ടെ, അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റി പുതിയൊരു ലൈഫിലേക്ക് പോകുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. പിന്നെ പ്രായമായിട്ടുള്ളവർ, വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയോ പ്രശ്നങ്ങളോ എന്നൊക്കെ ചിന്ത മനസ്സിനെ അലട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.